സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. സങ്കീർത്തനം 117. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പിൻ, സകല വംശങ്ങളുമായുള്ളവരെ ദൈവത്തെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവിടുത്തെ ദയ വലുതായിരിക്കുന്നു. യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിപ്പിൻ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 117 സങ്കീർത്തനം വിശുദ്ധ സത്യവേദ പുസ്തകത്തിലെ ഏറ്റവും ചെറിയ അധ്യായമാണ്. ഈ അധ്യായത്തിൽ വെറും 2 വചനങ്ങളാണുള്ളത്. എന്നാൽ ആ 2 വചനങ്ങളിൽ മർത്യന് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം ദൈവം ഒളിച്ചു വച്ചിരിക്കുകയാണ്, അഥവാ ദൈവം സംഗ്രഹിച്ചു വച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. എന്താണ് ഈ ഏറ്റവും ചെറിയ അധ്യായത്തിലെ ദൈവം സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന മർത്യന് വേണ്ടിയുള്ള അനുഗ്രഹം? അത് ദൈവത്തിൻ്റെ ദയയാണ്. ദൈവത്തിൻ്റെ ദയ എന്നാൽ ദൈവത്തിൻ്റെ കൃപയാണ്. അത് ദൈവത്തിൻ്റെ കരുണയാണ്. അതിനെ ദൈവത്തിൻ്റെ കാരുണ്യമെന്ന് പറയാം. ആ ദൈവത്തിൻ്റെ ദയയാണ് ഇന്ന് ഈ ഭൂമിയിൽ സകല ജീവചരാചരങ്ങളുടെയും ആധാരമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദയ ഈ ഭൂമിയിലെ സകല ജീവചരാചരങ്ങൾക്കും ആധാരമായിരിക്കുന്നുവെന്ന് വീണ്ടും പറയട്ടെ. ആ ദൈവത്തിൻ്റെ ദയ ഈ ഭൂമിയിൽ, പ്രത്യേകിച്ച് പ്രപഞ്ചത്തിൽ, അതിലുപരിയായി മനുഷ്യരുടെ ജീവിതങ്ങളുടെ മേൽ ആ ദൈവത്തിൻ്റെ ദയ വന്നില്ല എങ്കിൽ ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ നിലനിൽപ്പില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ദയയാണ് മനുഷ്യൻ്റെ ദേഹം, ദേഹി, ആത്മാവ്, അതിലുപരിയായി മനുഷ്യ ജീവിതത്തെ തന്നെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത് ആ സർവശക്തനായ ദൈവത്തിൻ്റെ ദയയാണ്. ആ ദയ ഓരോ മനുഷ്യനും അനുദിനം ആവശ്യമായിരിക്കുന്നതൊക്കെ നൽകുവാൻ കാരണമായിത്തീരുന്നു. രണ്ടാമതായി, ഈ 117 സങ്കീർത്തനത്തിലെ ദൈവത്തിൻ്റെ അനുഗ്രഹമായി മനുഷ്യനുള്ള ആശീർവാദമായി നാം കാണുന്നത് ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതയാണ്. യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളതെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. ഇന്ന് നിങ്ങൾ ദൈവിക രക്ഷയെ കരസ്ഥമാക്കിയാൽ, നിത്യജീവനെ കരസ്ഥമാക്കിയാൽ, ദൈവത്തെ സ്വന്തമാക്കിയാൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ദൈവത്തെ ആരാധിച്ചാൽ, ദൈവ വഴിയിൽ സഞ്ചരിച്ചാൽ, അതിൻ്റെ ഫലം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ പല വരും തലമുറകൾക്ക് അത് നന്മയായി ഭവിക്കും. അതിനെയാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതായിരിക്കുന്നു എന്ന് പറയുന്നത്. ആ ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവിക നന്മകൾ, ദൈവിക ആശീർവാദങ്ങൾ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് കാരണമായിത്തീരുന്നു. ഇവിടെ ഈ സത്യവേദ പുസ്തകത്തിലെ മധ്യഭാഗത്തുള്ള വേദപുസ്തകത്തിലെ തന്നെ ഏറ്റവും ചെറിയ അധ്യായമായ 117 സങ്കീർത്തനത്തിൽ വെറും 2 വചനങ്ങളാണുള്ളത്. ആ 2 വചനങ്ങളിൽ മനുഷ്യന് ആവശ്യമായിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങളിൽ 2 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ ദയയാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഈ ദൈവത്തിൻ്റെ ദയയും ഈ ദൈവത്തിൻ്റെ വിശ്വസ്തതയും നമ്മുടെ മേലുണ്ടെങ്കിൽ
നാം അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം.